എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മെയ്യുടെ കയ്യിൽ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ഒരിക്കൽ അവന്റെ ബർത്ത്ഡേക്ക് ന്യൂട്ട് ഗിഫ്റ്റ് ചെയ്ത പെർഫ്യൂമായിരുന്നു ഇത്. അവനെ കബോർഡ് തുറക്കുമ്പോൾ അതിൽ നിറയെ ന്യൂട്ടിന്റെ ഫോട്ടോസാണ്. അതിന്റെ അർത്ഥം ഇവൻ സത്യത്തിൽ ന്യൂട്ടിനെ ഒരുപാട് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഒരുതരം ഒബ്സഷൻ പോലെ. ഈ സീനിൽ പോലീസ് ഓഫീസേഴ്സ് വന്ന് അവര് കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് പറയുന്നു. പോപ്പിന്റെ ആക്സിഡന്റ് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്നും ഇതിന്റെ എല്ലാം പിന്നിൽ മെയ്ക്ക് എന്തോ പങ്കുണ്ടെന്നും. മെയ് സത്യത്തിൽ ന്യൂട്ടിന്റെ അസിസ്റ്റന്റ് ആണല്ലോ. സോ അവന്റെ വീട് കണ്ടെത്താനായി ന്യൂട്ടിന്റെ ഹെൽപ്പ് അവർ ചോദിക്കുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സ് മെയ്യുടെ വീട്ടിലെത്തുന്നുണ്ടെങ്കിലും അവിടെ അവനെ കാണുന്നില്ല. അവിടെ ഫുൾ സെർച്ച് ചെയ്യുന്നുണ്ട്. സീന ന്യൂട്ടിനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. മെയ് നിന്റെ അസിസ്റ്റന്റ് ആണ്, അതിന്റെ അർത്ഥം ഇതിന്റെ എല്ലാം പിന്നിൽ നീയാണ്. നമ്മൾ ഇവിടേക്ക് വരുന്ന കാര്യം നീ അവനെ അറിയിച്ചു, അതുകൊണ്ടാണ് അവനിവിടെ രക്ഷപ്പെടാൻ പറ്റിയത്. സത്യം പറ, നീയല്ലേ ഇതിനെല്ലാം പിന്നിൽ നിന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ എന്താ സൈക്കോയാണോ? ഞാൻ നിന്റെ കൂടെയല്ലേ ഇവിടേക്ക് വന്നത്, പിന്നെ ഞാൻ എങ്ങനെയാ അവനെ അറിയിക്കുന്നതെന്ന് ന്യൂട്ടൻ ചോദിക്കുന്നു. അതേസമയം ദാരികയെ കാണിക്കുന്നു. മെയ് അവിടുന്ന് രക്ഷപ്പെടുത്തിയത് ദാരികയായിരുന്നു. കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ സത്യത്തിൽ ന്യൂട്ടാണ്. ഈ സത്യം ദാരികയ്ക്ക് മനസ്സിലാകുന്നു. സോ ന്യൂട്ട് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ വന്ന ശേഷം ന്യൂട്ട് വരുന്നത് അവൾ വെയിറ്റ് ചെയ്യുന്നു. ന്യൂട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. നിന്റെ വെറുപ്പും വിദ്വേഷം എല്ലാം നീ മറന്ന് സമാധാനത്തോടെ ജീവിക്കൂ. നീ എന്താണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം നിർത്തുന്നേ ബെറ്റർ. ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് നിനക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷനോ മനസ്സമാധാനമോ കിട്ടില്ല എന്ന് ദാരിക പറയുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഹർട്ട് ചെയ്തവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ അവരോട് പകരം ചോദിക്കുമെന്ന് ന്യൂട്ടും പറയുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് മെയ്യെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. പക്ഷെ ഒരുപാട് നാള് എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ബെറ്റർ നീ ഈ കാര്യങ്ങളെല്ലാം നിർത്തുന്നതാണെന്ന് ദാരിക പറയുന്നു. നെക്സ്റ്റ് സീനിൽ അന്ന് കവന്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്യാണ്. സിരി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പക്ഷെ ഡെക്കറേഷനു വേണ്ടി കുറച്ച് സാധനങ്ങളുടെ കൂടെ ആവശ്യമുണ്ടായിരുന്നു. താൻ പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാമെന്ന് സിരിയെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെയും പോപ്പിന്റെയും ഫോട്ടോ വോളിൽ അവൾ കാണുന്നത്. നേരത്തെ ന്യൂട്ടിന്റെയും പോപ്പിന്റെയും ഫോട്ടോ ആയിരുന്നു അവിടെ നിന്ന് കാര്യം അവൾ അറിയുമ്പോൾ തന്റെ ഈ ഫോട്ടോ മാറ്റി ന്യൂട്ടിന്റെയും പോപ്പിന്റെയും ആ പഴയ ഫോട്ടോയോടെ വയ്ക്കാൻ അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം പോപ്പിന്റെ മദറും പായും കേൾക്കുന്നുണ്ട്. പാ ജയിലിൽ റിലീസായിട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിനെ കൊന്നത് അവളല്ലല്ലോ. സിരിയുടെ കൈ നേച്ചർ കാണുമ്പോൾ അവരും പറയുന്നുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലായി പോപ്പ് എന്തുകൊണ്ടാണ് ആസ് എ ലൈഫ് പാർട്ട്ണറായിട്ട് സിരിയെ ചൂസ് ചെയ്തതെന്ന്. കാരണം ഇവൾ സത്യത്തിൽ ഒരുപാട് കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് മദർ പറയുന്നു. പായെ സമ്മതിക്കുന്നുണ്ട്. ഇതെല്ലാം ന്യൂട്ട് കേൾക്കുന്നു. അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ പോപ്പിന്റെയും ന്യൂട്ടിന്റെയും ആ പഴയ ഫോട്ടോ വീണ്ടും വെക്കുകയാണ്. പക്ഷെ വെക്കുന്ന സമയത്ത് ബൈ മിസ്റ്റേക്ക് ഫോട്ടോ താഴെ വീണുടയുന്നു. അതിനകത്തുനിന്ന് ലീക്ക് ഒരു പെൻഡ്രൈവ് കിട്ടുന്നുണ്ട്. അവനിത് കൊണ്ടുവന്ന് തീയുടെ കയ്യിൽ കൊടുക്കുന്നു. ഈ ഫോട്ടോ ഫ്രെയിമിനകത്ത് പെൻഡ്രൈവ് എങ്ങനെ വന്നു എന്ന് തീക്ക് മനസ്സിലാകുന്നില്ല. ഈ സീനിൽ സിരിയ കാവുന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അവിടേക്ക് ന്യൂട്ടും വരുന്നുണ്ട്. കാവുനെ കാണുമ്പോൾ അവനെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ കുറെ ഗുണ്ടകളുമായി മെയ് അവിടേക്ക് വരുന്നു. എന്നിട്ട് സിരിയും കാവുനെയും കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനായി ബാക്കി എല്ലാവരും ശ്രമിക്കുന്നു, ന്യൂട്ടും. പക്ഷെ അവരെല്ലാം അടിച്ചു വീഴ്ത്തുന്നുണ്ട് മെയ്. ന്യൂട്ടാകട്ടെ ഒരു കാരണവശാലും മെയ്യെ വിടുന്നില്ല. ലാസ്റ്റ് അവൻ അവളെ പഞ്ച് ചെയ്യുന്നുണ്ട്. അവൾ ബോധം കെട്ട് വീഴുന്നു. സോ സിരിയുടെ കൂടെ അവൻ ന്യൂട്ടിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം സീന അറിയുന്നുണ്ട്. തന്റെ സിസ്റ്ററിനെ എങ്ങനെ കണ്ടെത്തും എന്നറിയാതെ അവൾ ആകെ ടെൻഷനിലാകുന്നു. ഇവിടെ മെയ് സിരിയെയും കാവുനെയും ന്യൂട്ടിനെയും കൂട്ടി ഒരു വെയർഹൗസിലേക്കാണ് വരുന്നത്. ന്യൂട്ടിന് അപ്പോഴും ബോധം ഉണ്ടായിരുന്നില്ല. സിരി ഒരുപാട് തവണ അവളെ വിളിക്കുന്നുണ്ട് അവൾക്ക് ബോധം വരാൻ വേണ്ടി. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ബോധം വരുന്നു. ന്യൂട്ടിന്റെ പക്കൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അവൾ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സിരിക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. പക്ഷെ ന്യൂട്ട് ആ ഫോൺ താഴെയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നു. ന്യൂട്ടിന്റെ റിയൽ ഫേസ് സിരിയയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതെല്ലാം ന്യൂട്ടിന്റെ പ്ലാൻ ആയിരുന്നു സത്യത്തിൽ. സിരിയെയും കാവുനെ കിഡ്നാപ്പ് ചെയ്യാനായി. അവളെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂടെ കിഡ്നാപ്പ് ആകുന്ന പോലെ ന്യൂട്ട് അഭിനയിച്ചത്. ന്യൂട്ട് ചിരിച്ചുകൊണ്ട് സിരി അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു. നിന്നെ ഷൂട്ട് ചെയ്ത് മറ്റാരുമല്ല, എന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മെയ്യാണ്. പോപ്പിനെ കൊന്നത് ഞാൻ തന്നെയാണ്. കാരണം എന്റെ ഹസ്ബൻഡായിട്ടും അദ്ദേഹം സ്നേഹിക്കുന്നത് നിന്നെയായിരുന്നു. സോ അങ്ങനെ ഒരാളെ കൊല്ലാതെ മറ്റെന്ത് പണിഷ്മെന്റാണ് ഞാൻ കൊടുക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പായുടെ ഹസ്ബൻഡിനെ കൊന്നതും ഞാൻ തന്നെയാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്റെ സത്യം വെളി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പായുടെ ഹസ്ബൻഡിനെ സത്യത്തില് നുട്ട് പറഞ്ഞിട്ട് മേയാണ് കൊല്ലുന്നത്. നുട്ടി പറയുന്ന കേട്ട് സിരി ഒരുപാട് പേടിക്കുന്നു. ഇവൾ എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. നുട്ട് വന്ന് സിരിയെ ശ്വാസം മുട്ടിക്കുന്നു. നീ കാരണമാണ് എൻ്റെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് നഷ്ടമായത്. എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് നഷ്ടമായി. ഞാൻ വീണ്ടും ഒരാളെ പ്രണയിച്ചു തുടങ്ങി, ക്രിറ്റ്. പക്ഷെ നീ കാരണം എനിക്ക് അവന് നഷ്ടമായി. എൻ്റെ ലൈഫ്, സന്തോഷം, സ്നേഹം, ഹസ്ബൻഡ്, പ്രോപ്പർട്ടീസ് എല്ലാം നീ കൊണ്ടുപോയി. ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. പക്ഷേ എന്നോട് ഇത്രയും ചെയ്ത് നിന്നെ ഞാൻ അത്ര ഈസി ആയിട്ട് കൊല്ലില്ല. നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ നുട്ട് അവളോട് പറയുന്നു. സിരിയെ കാണാതെ സീനയാകട്ടെ ഒരുപാട് ടെൻഷനിലാകുന്നു. അവൾ വന്ന് ദാരികയോട്, നുട്ട് നിന്റെ സിസ്റ്റർ അല്ലേ, അവൾ എവിടെ കാണുമെന്ന് നിനക്കറിയാവുന്നല്ലേ, സത്യം എന്തായാലും നീ പറയൂ. എന്തു വന്നാലും എൻ്റെ സിസ്റ്ററിനെ എനിക്ക് വേണം. അവൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് സീന പറയുന്നുണ്ട്. തീയാകട്ടെ സീനയോട് ചൂടാകുന്നു. നീ ഒരു പ്രൂഫും ഇല്ലാതെ എങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റും? ഇതിനെല്ലാം പിന്നിൽ ദാരിക നുട്ടുവാണെന്ന്. നിന്റെ സിസ്റ്ററിനെ കിഡ്നാപ്പ് ചെയ്ത ആരാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. നീ ആദ്യം പ്രൂഫ് കൊണ്ടുവാ, എന്നിട്ട് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ തീ പറയുന്നു. സീനി ഇത്രയും ടെൻഷനിൽ കാണുമ്പോൾ തീ അവളോട്, നീ വറി ചെയ്യേണ്ട, സിരിയെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ ദാരിക ഫൈനലി അവളോട് സത്യം പറയുന്നുണ്ട്. സിരിയെ കിഡ്നാപ്പ് ചെയ്തതിന് പിന്നിൽ നുട്ടാണെന്ന്, മെയ് വർക്ക് ചെയ്യുന്നത് നുട്ടിന് വേണ്ടിയാണെന്ന്. ദാരിക അവരെല്ലാവരെയും കൂട്ടി ആ വെയർഹൗസിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും അവിടെ സിരിയെയും കവനെ അന്വേഷിക്കുന്നു. സീനയുടെ ഷൂലേസ് ഓപ്പൺ ആകുന്നുണ്ട്. അവൾ ഇരുന്ന് അത് ടൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്ന് മെയ് വന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സീനയാകട്ടെ അത്ര ഈസി ടാർഗറ്റ് ആയിരുന്നില്ല. അവൾ നന്നായിട്ട് അവനുമായി ഫൈറ്റ് ചെയ്യുന്നു. വെളിയിൽ നിന്ന് ഈ ഫൈറ്റ് ചെയ്യുന്ന സൗണ്ട് എല്ലാം സിരിയെ നുട്ടും കേൾക്കുന്നു. സിരി ഹെൽപ്പിന് വേണ്ടി കരയുന്നുണ്ട്. താൻ പിടിക്കപ്പെടുമെന്ന് നുട്ടിന് മനസ്സിലാകുന്നു. സോ എങ്ങനെയെങ്കിലും സിരിയെ കൊല്ലാനായി ഒരു ചെയറിൽ അവളെ കെട്ടിയിടുന്നു. എന്നിട്ട് അവിടെ പോയിസണസ് ഗ്യാസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കൗനെയും കൂട്ടി നുട്ട് അവിടുന്ന് പോകുന്നു. അതേസമയം വെളിയിൽ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യാൻ സീനയെ തീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടി ആ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യുന്നു. കൗനെയും കൂട്ടി നുട്ട് വെളിയിലേക്ക് വരുമ്പോൾ ദാരിക അവളുടെ മുന്നിലേക്ക് വരുന്നു. നുട്ടിനോട് ഇതെല്ലാം നിർത്താൻ പറയുന്നുണ്ട്. നീ ഇതുവരെ ചെയ്തെല്ലാം ചെയ്തു, പക്ഷെ നീ ഇങ്ങനെ ആളുകളെ കൊല്ലുകയാണെങ്കിൽ നിനക്കൊരിക്കലും ലൈഫിൽ ഹാപ്പിനെസ് കിട്ടില്ല. എല്ലാം നിർത്തി ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അവൾ നുട്ടിനോട് പറയുന്നുണ്ട്. പക്ഷെ നുട്ടാകട്ടെ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾക്കൊരു തരം റിവഞ്ച് കാരണം ഭ്രാന്തായിട്ടുണ്ടായിരുന്നു. സീനിയും തീ അവിടേക്ക് വരുന്നു. നുട്ടിന്റെ കയ്യില് ഗൺ കാണുമ്പോൾ ഗൺ മാറ്റാൻ പറയുന്നുണ്ട്. ലൈഫിൽ ഞാൻ എന്താഗ്രഹിച്ചോ എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. എന്റെ സന്തോഷങ്ങൾ തട്ടിയെടുത്തവരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ അവരെ കൊല്ലുമെന്ന് അവൾ ഭ്രാന്തായിട്ട് പറയുന്നു. നിന്റെ ലൈഫിൽ ഞാനില്ലേ? ഞാൻ നിന്നെ എന്റെ ചേച്ചിയായിട്ടല്ല കാണുന്നത്, എന്റെ അമ്മയായിട്ടാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി എന്റെ ജീവൻ പോലും തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്ന കേൾക്കൂ. നീ ദയവ് ചെയ്ത് ഇതെല്ലാം നിർത്തൂ. നീ സറണ്ടർ ആകാൻ ദാരിക നുട്ടിനോട് പറയുന്നുണ്ട്. നീ ഇവരെ പോലെ എന്നെ ജയിലിലാക്കാൻ നോക്കുകയാണോ? നീ ഇവരും തമ്മിൽ എന്ത് ഡിഫറൻസ് ഉള്ളെന്ന് നുട്ട് ദാരികയോട് ചോദിക്കുന്നു. അതേസമയം ക്രിറ്റ് ഒരു വിധത്തിൽ സിരിയെ കണ്ടെത്തുന്നു. ആ പോയിസണസ് ഗ്യാസ് ഓഫ് ചെയ്ത് അവളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മെയ് അവിടേക്ക് വരുന്നു. ഇവർ രണ്ടുപേരെ രക്ഷപ്പെടുന്ന കാണുമ്പോൾ അവൻ അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സിരി ഒരു വിധത്തിൽ മെയ്യെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നീ ചെയ്യുന്ന തെറ്റാണെന്നെല്ലാം. പക്ഷെ മെയ്ക്ക് ന്യൂട്ടിനോട് ഭ്രാന്തമായ ഒബ്സഷനായിരുന്നു. അവൾക്ക് വേണ്ടി ആരെ കൊല്ലാനും അവൻ തയ്യാറായിരുന്നു. സോ അവളുടെ ശത്രുവായി സിരിയെ കൊല്ലണമെന്ന് മാത്രമാണ് അവന്റെ മനസ്സിൽ. അപ്പോഴേക്കും പോലീസ് അവിടേക്ക് വരുന്നു. അവർ പറഞ്ഞിട്ടും മെയ് കേൾക്കാതെ ആകുമ്പോൾ ലാസ്റ്റ് ഒരു രക്ഷയുമില്ലാതെ അവർക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു മെയ്യെ. അവിടെ വെച്ച് തന്നെ അവൻ മരിക്കുന്നു. ഇവിടെ തീ ന്യൂട്ടിനെ ഒരു വീഡിയോ കാണിക്കുന്നു. ആ പെൻഡ്രൈവിന് കിട്ടിയ വീഡിയോ ആണിത്. വീഡിയോയില് പോപ്പ് ന്യൂട്ടിനോട് സോറി പറയുന്നുണ്ട്. ജീവിതത്തിൽ ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. നമ്മുടെ മകൻ മരിച്ചപ്പോൾ ഞാൻ നിന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം നിന്നോട് ഫൈറ്റ് ചെയ്തു. നിന്നിൽ നിന്ന് അകന്നു. ഒരു മകനെ നഷ്ടമായ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റുകളൊന്നും നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ പറ്റുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കാൻ പോപ്പ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ന്യൂട്ട് ഒരുപാട് ഇമോഷണലാകുന്നു. പോപ്പ് തൻ്റെ അടുത്ത് വരുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോപ്പ് അവളോട് സോറി പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഒരുപാട് അവഗണിച്ചു.
എന്നോട് ക്ഷമിക്കണം. ചിലപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് കാരണമായിരിക്കും എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാനിപ്പോൾ ഇല്ലാത്തതെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. ന്യൂട്ട് ഒരുപാട് ഇമോഷണലാകുന്നു. സ്വയം ഷൂട്ട് ചെയ്യാൻ അവൾ തുടങ്ങുമ്പോൾ സിരി അവിടേക്ക് വന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിതം ഒരുപാട് പ്രഷ്യസ് ആണ്, ഇതുപോലെ വേസ്റ്റ് ആക്കരുതെന്ന് സിരിയ അവളോട് പറയുന്നു. താൻ ചെയ്ത തെറ്റുകൾ ന്യൂട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്. അവൾ സിരിയോട് സോറി പറയുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇനി പ്രായശ്ചിത്തം ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവൾ പോലീസിന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സീനയും തീയും ഫൈറ്റ് ചെയ്യാണ്. തീ സീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കോൺട്രാക്ട് ഇതുവരെ തീർന്നിട്ടില്ല, അതിനു മുന്നേ അമേരിക്കയിലേക്ക് പോകാമെന്ന് നീ വിചാരിക്കേണ്ട. നിനക്ക് എത്ര ഐഡന്റിറ്റി ഉണ്ട്? സീന, സൂസി, സിരിയ, നീ ഇതെല്ലാം എന്റെ മുന്നിൽ യൂസ് ചെയ്തു. നീ സത്യത്തിൽ ആരാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവളും ദേഷ്യത്തിൽ, ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരേ ഒരു ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ, എന്റെ പേര് സീന എന്നാണ്. എന്നിട്ടവൾ അവനുമായി ഫൈറ്റ് ചെയ്യുന്നു. ഫൈനലി ഈ ഫൈറ്റിൽ സീന ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അവനെ ഇടിച്ച് ഒരു പരുവാക്കുന്നു. ഇനി മേലാൽ എന്നെ ഫോളോ ചെയ്യരുത്, ഫോളോ ചെയ്താൽ നിനക്ക് ഇതിനേക്കാളും കൂടുതൽ കിട്ടും, നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് പറഞ്ഞ് സീന അവിടെ നിന്ന് പോകുന്നു. ഇത്ര ഈസി ആയിട്ട് ഞാൻ നിന്നെ വിടില്ല എന്ന് തീയും പറയുന്നുണ്ട്. ഇവിടെ ദാരികൻ റിയലൈസ് ചെയ്യുന്നു, തീ ഒരിക്കലും തന്നെ ഒരു വൈഫായിട്ട് കാണില്ലെന്നും എന്നും അവൻ്റെ മനസ്സിൽ താൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമെന്നും. സോ അവനെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി കീപ്പ് ചെയ്യാൻ അവളും തീരുമാനിക്കുന്നു. ദാരിക വന്ന് തൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ തീക്ക് കൊടുക്കുന്നു. ഞാൻ കമ്പനി റിസൈൻ ചെയ്യാണ്, എബ്രോഡിൽ പോയി പുതിയ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾ പറയുന്നു. തീ ആ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചേഞ്ച് നിനക്ക് ആവശ്യമാണ്, ലൈഫിൽ എപ്പോഴെങ്കിലും എൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നീ എന്നെ വിളിക്കണം എന്ന് അവൻ പറയുന്നു. ഈ സീനിൽ നണ്ണൻ ലീയും അവർ തമ്മിൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കുന്നു. അവർ പാച്ചപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതുപോലെ തീയും സീനിനും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി രണ്ടുപേരും ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നുണ്ട്. പ്ലാൻ അനുസരിച്ച് നൺ സീനയും കൂട്ടി ഒരു ക്ലബിലേക്ക് വരുന്നു. എന്നിട്ട് അവളെ ഡ്രിങ്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. അവൾ ഡ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം പ്ലാൻ അനുസരിച്ച് ലീ തീയേയും കൂട്ടി ആ ക്ലബിലേക്ക് വരുന്നു. നീ ഡ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ നിന്റെ സ്ട്രെസ് കുറയുമെന്ന് ലീ അവനോട് പറയുന്നു. ഇത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് തീയും അവിടെ വന്ന് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. തീ നോക്കുമ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്ന സീറ്റിലെ ഗേളിനോട് ഒരാൾ വന്ന് ഒരുപാട് ഫ്ലർട്ട് ചെയ്യുന്നു. അവൾ അയാളോട്, എൻ്റെ പേര് സീന എന്നാണ്, മാർഷൽ ആർട്സിൽ ഞാൻ എക്സ്പേർട്ടാണ്, എന്നോട് ഫ്ലേർട്ട് നിർത്തുന്ന ഞാൻ നിനക്ക് ബെറ്റർ എന്ന് അവൾ പറയുന്നുണ്ട്. തീ നോക്കുമ്പോൾ ഇത് സീനയാണ്. അവൻ അവളുടെ അടുത്തുണ്ടായിരുന്ന അയാളെ അവിടുന്ന് ഓടിച്ചു വിടുന്നു. എന്നിട്ട് സീന എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് ഡ്രങ്കായിരുന്നു. അതുകൊണ്ട് തന്നെ തമ്മിൽ ശത്രുതയൊക്കെ അവർ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചലഞ്ച് ചെയ്യുന്നുണ്ട്. തോക്കുന്നവർ അവരുടെ ഓരോ ഡ്രസ്സ് ഊരണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു ഡ്രിങ്കിങ് ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിം തോക്കുമ്പോൾ സീന അവളുടെ കോട്ട് ഊരുന്നുണ്ട്. പിന്നെയും തോക്കുമ്പോൾ, ഞാൻ എൻ്റെ ഡ്രസ്സ് ഊരില്ല, നീ എൻ്റെ സൈക്കോയാണോ, ഞാനൊരു ഗേളാ, നിനക്ക് വേണമെങ്കിൽ നിന്റെ ഡ്രസ്സ് ഊരാൻ അവൾ പറയുന്നു. ഇവിടെ സീനയും തീയും നല്ല ഡ്രങ്കായിരുന്നു. അവളുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം സീന പറഞ്ഞു തീർക്കുന്നു. നിനക്കറിയാമോ, ഞാൻ നിന്നെ ഒരുപാട് വെറുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒന്നും നീ വിശ്വസിച്ചില്ല, പക്ഷേ ഞാൻ വെറുക്കുന്നതിൻ്റെ അത്രയും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എന്നെ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ നണ്ണലീ അവിടേക്ക് വരുന്നു. അവർ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് അവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലാനിങ് പോലെ ഇവർക്കിടയിൽ ഒന്നും നടന്നില്ല, നമ്മളിനെ എന്ത് ചെയ്യുമെന്ന് ഇവർ രണ്ടുപേരും ആലോചിക്കുന്നുണ്ട്. സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സീനയും തീയേയും കൊണ്ട് ഒരു റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ഇവരെ ബെഡിൽ കിടത്തുന്നുണ്ട്. ഇങ്ങനെ കിടത്തിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല, യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിക്കുന്നു. യുണീക്കായിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാം. നെക്സ്റ്റ് മോർണിംഗ് ആകുമ്പോൾ സീന എണീക്കുന്നു. തൻ്റെ അടുത്ത് തീയെ കാണുമ്പോൾ അവൾ സ്മൈൽ ചെയ്യുന്നുണ്ട്. തീ എണീക്കുമ്പോൾ സീനയെ കണ്ട് അവന് സ്മൈൽ ചെയ്യുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും വിചാരിക്കുന്നത് ഇത് ഇവരുടെ ഡ്രീമാണെന്നാണ്. ഇത് ഡ്രീമല്ല, റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കുമ്പോൾ രണ്ടുപേരും ഷോക്കായി ഉറക്ക ബഹളം വെക്കുന്നുണ്ട്. ഈ കോലത്തില് ബെഡിൽ ഇവരെങ്ങനെ വന്നു? രണ്ടുപേർക്കും തല എന്ത് സംഭവിച്ചു എന്ന് ഒരു ഓർമ്മയില്ല. സീന പെട്ടെന്ന് അവിടുന്ന് എണീറ്റ് പോകാൻ തുടങ്ങുന്നു. തീ അവളുടെ പിറകെ വരുന്നുണ്ട്. ഇന്നലെ എന്തു പറ്റി, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് അവൻ പറയുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല, ഇന്നലെ രാത്രി നീ എന്നെ എന്തെങ്കിലും ചെയ്ത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് അവൾ പറയുന്നു. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവളെ മാരേജിന് അവൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സീന ആ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. തീ സാഡും. സീന അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണെന്ന കാര്യം സിരി അറിയുന്നുണ്ട്.
അവളെ തടയാനായി സിരിയ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ ഡിസൈഡ് ചെയ്തു എന്ന് സീന പറയുന്നു. ഈ സീനിൽ ക്രിട്ടിനെയാണ് കാണിക്കുന്നത്. അവന്റെ കയ്യിൽ ഇപ്പോഴും സിരിയെ കൊടുത്ത് ആ പൊട്ടിയ കവർ ഉണ്ടായിരുന്നു. അത് നോക്കി അവൻ സിരിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവന് സിരിയുടെ മെസ്സേജ് വരുന്നു. എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണം, സെയിം പ്ലേസിലെന്ന് അവൾ പറയുന്നു. ഏത് പ്ലേസിലാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അവൻ അവളെ കാണാനായി അവർ രണ്ടുപേരും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത് ആ പ്ലേസിലേക്ക് വരുന്നു. സിരി അവനോട് എൻ്റെ ലൈഫ് ഞാൻ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുന്നു. ഇത് കേട്ട് ക്രിട്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നീ എന്താ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ, ഇത് കേൾക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറയുന്നു. അവൾ അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്ന് ഞാൻ നിന്നെ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ലൈഫ് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾ പറയുന്നു. ക്രിട്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഈ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് നാളുകളായിട്ട് അവൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ സീനിൽ സീന അമേരിക്കയിലേക്ക് പോകാനായി എയർപോർട്ടിലേക്ക് പോകാൻ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ്. ഞാൻ അവളോട് പ്ലീസ് ഞാൻ നിന്നോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാ, നീ പോകരുത്, നീ ഇല്ലാതെ ഇവിടെ ഒരു രസം ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷെ സീന കേൾക്കുന്നില്ല. ടാക്സി വരുമ്പോൾ അവൾ അതിൽ കയറി പോകുന്നുണ്ട്. പക്ഷെ വഴിയിൽ വെച്ച് കുറെ ഗുണ്ടകൾ വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്യുന്നു. അവളുടെ കാലും കൈയെല്ലാം കെട്ടുന്നുണ്ട്. എന്നിട്ട് അവളെ കൊണ്ടുവന്ന് ഒരു ബീച്ച് സൈഡിൽ ഉപേക്ഷിക്കുന്നു. അവൾ ഹെൽപ്പ് എന്ന് വിളിച്ച് ഒരുപാട് കരയുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നു. അവൾ അയാളോട് പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ, എൻ്റെ മുഖത്തുനിന്ന് ഈ കവറ് മാറ്റാൻ പറയുന്നുണ്ട്. അവൻ ആ കവറ് മാറ്റുന്നു. പക്ഷേ ആ തീയായിരുന്നു. അത് ശരി, നീയാണ് ഇതെല്ലാം ചെയ്തത്. നീ എന്താ ഇപ്പോൾ കിഡ്നാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തോ? എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകും, നീ ചെയ്തൊട്ടും ശരിയായില്ല, വേഗം എൻ്റെ കൈയും കാലും അഴിക്കാൻ വേണ്ടി അവൾ പറയുന്നു. എന്ത് ചെയ്യാനാ, ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അവൾ അവനെ ഹിറ്റ് ചെയ്ത് അവിടുന്ന് ഓടുന്നു. തീ അവളുടെ പിറകെയും. ലാസ്റ്റ് അവൻ അവളെ പിടിക്കുന്നുണ്ട്. നിന്നെ അത്ര ഈസി ആയിട്ട് ഞാൻ എവിടെയും വിടില്ല. നമ്മുടെ കോൺട്രാക്ട് മാരേജ് ഇതുവരെ തീർന്നിട്ടില്ല. നീ എൻ്റെ ലൈഫിൽ വന്ന് എൻ്റെ സമാധാനവും സുഖവും എല്ലാം മോഷ്ടിച്ചു. എൻ്റെ ലൈഫിൽ നിന്ന് അത്ര ഈസിയായി ഞാൻ നിന്നെ എവിടെയും വിടില്ല. ചില സമയത്ത് നീ സൂസിയാകും, ചിലപ്പോൾ സിരിയാകും, ചിലപ്പോൾ സീനയാകും. പക്ഷെ ആരാണെങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നെ എൻ്റെ ലൈഫിൽ നിന്ന് എവിടേക്കും വിടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ ഈ കൺഫ്യൂഷൻ കേട്ട് സീന ഒരുപാട് ഇമോഷണൽ ആകുന്നു. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സോ അവൾ പെട്ടെന്ന് തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കിടയിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുന്നു. ഇത് കാണുമ്പോൾ അവിടെ മറഞ്ഞു നിന്നിരുന്ന ബാക്കി എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. സീനയും തീ ഒരുമിപ്പിക്കാനായി ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തായിരുന്നു ഇത്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോകുന്നത് നണ്ണിനാണ്. കാരണം നണ്ണാണ് കൂടുതലും പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് രാത്രിയിൽ തീക്കും സീനയ്ക്കും ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കാൻ വേണ്ടിയ മനഃപൂർവ്വമാണ് ഞാൻ രണ്ടുപേരും ഡ്രസ്സ് ഊരി അവിടെ കിടത്തിയിരുന്നത്. പക്ഷേ ആ പ്ലാൻ സക്സസ് ആയില്ലെങ്കിലും ഈ പ്ലാൻ സക്സസ് ആയതിൽ അവരെല്ലാവരും ഒരുപാട് ഹാപ്പിയായിരുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് തീയും സീനയും ബീച്ച് സൈഡിൽ നിൽക്കുകയാണ്. രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായിരുന്നു. നീ എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ടെന്ന് സീന പറയുമ്പോൾ സോറി, ഫ്യൂച്ചറിൽ ഞാൻ നിന്നെ ഒരിക്കലും ഹർട്ട് ചെയ്യില്ല. പക്ഷേ ഞാൻ ചെയ്തതിന് പകരമായിട്ട് നിനക്കെനിക്ക് പണിഷ്മെന്റ് തരാമെന്ന് തീ പറയുന്നു. എന്ത് പണിഷ്മെന്റ് ആണെന്ന് സീന ചോദിക്കുമ്പോൾ ഹോംവർക്ക് തരാൻ തീ പറയുന്നു. ഹോംവർക്കോ? എന്ത് ഹോംവർക്കാണെന്ന് സീന ചോദിക്കുന്നു. നിങ്ങൾ ട്വിൻസ് ആയിരുന്നില്ലേ, എനിക്ക് ട്രിപ്പിൾസ് വേണമെന്ന് അവൻ പറയുന്നു. ഇതാണ് എൻ്റെ പണിഷ്മെന്റ് എന്ന് സീന ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും സ്മൈൽ ചെയ്യുന്നു. ഈ ഹാപ്പി എൻഡിങ്ങോടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സീരീസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്